20 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്നൊരു നാടൻ മീൻകറി വയ്ക്കുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒന്ന് കണ്ട് നോക്കുക, എളുപ്പമാണത്. ഒരു 1/2 കിലോയോളം വരുന്ന മാംസമാണിത്. പിന്നെ ഒരുവിധം വലിയ മീൻ ചൂരയുടെ മാംസം വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് നമുക്കൊന്ന് നാടൻ സ്റ്റൈലിൽ ഒന്ന് കറി വെച്ച് നോക്കാം. എത്രയും പെട്ടെന്ന്, കാരണം ഒരുപാട് പാചക രീതികളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന്. പണ്ട് കാലത്ത് ഈ ഒരു രീതിയാണ് കറി വയ്ക്കാൻ ഉപയോഗിക്കുക. അപ്പം അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വളരെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഈ ചൂരയ്ക്കാകുമ്പോൾ വളരെ കൂടുതൽ രക്തമയമാണ്. അതപ്പം നമ്മൾ ഒന്ന് രണ്ടല്ല, ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ മാറി 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 കഴുകി എടുത്താൽ മാത്രമേ വൃത്തിയായി കിട്ടും. ആ നേരത്തെ കണ്ട മാംസം ചെറുതായിട്ട് അരിഞ്ഞെടുത്തപ്പോൾ അതേ ബൗളിൽ നിറയാനുള്ള സാധനമേ ഉള്ളൂ. ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം. വെളിച്ചെണ്ണ, വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ എടുത്തുള്ളൂ. കടുകിടുന്നു. അതിലേക്ക് ഉലുവ, ഉള്ളി അരിഞ്ഞത്, ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1, 2, 3, 4 സ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1, 2, 3, 4. അതിനുശേഷം നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ. അതിനോടൊപ്പം തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം. എല്ലാം കൂടെ ഒന്ന് വരണ്ട് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരുന്ന പുളി, തോട്ടുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മീനൊക്കെ എപ്പോഴും തോട്ടുപുളി തന്നെ ചേർക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചിട്ട് പുളിയൊക്കെ വെന്ത് അതിൻ്റെ ഗുണം ഇറങ്ങാൻ അനുവദിക്കുക. മൂടി വയ്ക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ നമുക്ക് ആ മീനും അതിലേക്ക് വാരി ഇട്ട് കൊടുക്കാം. കറി വയ്ക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ കുറഞ്ഞ പാചക രീതിയാണ്. അപ്പം ചെയ്ത് നോക്കണേ.
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറി നന്നായി തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ചൂരക്കറിക്ക് ടേസ്റ്റാണല്ലോ. കണ്ടോ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ. താങ്ക് യു.